80 രൂപയുടെ ബ്രൗണി പീസ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് 10 രൂപയ്ക്ക് ഉണ്ടാക്കിയാലോ? വെറും 10 രൂപയ്ക്ക് ഒരു ബ്രൗണി പീസ്. ഇപ്പോൾ എല്ലാവരും ഹെൽത്തി കോൺഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രൗണിയാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് ബ്രൗണി ഭയങ്കര ഇഷ്ടമാണ്, ഒത്തിരി കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള റാഗിയും ശർക്കരയും ചേർത്താണ് നമ്മളിന്ന് ബ്രൗണി ഉണ്ടാക്കുന്നത്. റാഗിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് കരുതി ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല ടേസ്റ്റിയാണ്, പിള്ളേർ നല്ലപോലെ കഴിക്കും. ഞാനിവിടെ റാഗി വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ചത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കണമെന്നില്ല. ഞാൻ മിക്സിയിൽ പൊടിച്ചിട്ട് എൻ്റെ നല്ലപോലെ പൊടിഞ്ഞില്ല. ഇത് ഞാൻ അടുത്തുള്ള മില്ലിലാണ് പൊടിച്ചത്. മിക്സിയിൽ നല്ലപോലെ, എൻ്റെ മിക്സി ഇച്ചിരി പഴയതായതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ലപോലെ പൊടിഞ്ഞില്ലായിരുന്നു. നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കാവുന്ന കടയിലാണെങ്കിൽ നല്ല റാഗിപ്പൊടി വാങ്ങിച്ചാലും മതി. ഞാൻ 1 കപ്പ് റാഗിപ്പൊടിക്കാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് റാഗിപ്പൊടിക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. മൈദയ്ക്കാണെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർക്കേണ്ട ആവശ്യമില്ല ബ്രൗണിക്ക്. ഇത് കുറച്ച് ഹാർഡായതുകൊണ്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ 1 ടീസ്പൂൺ റാഗിപ്പൊടി മാറ്റിയിട്ട് പകരം 1 ടീസ്പൂൺ കോൺഫ്ലോർ ഞാനിതിൽ ചേർത്തു. അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടിയാണ് ഇതിലേക്ക് എടുക്കുന്നത്. 1 നുള്ളുപ്പ് വേണമെങ്കിൽ ഇടാം. ഞാൻ 1 നുള്ളുപ്പും ചേർക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഞാൻ ബ്രൂ ആണ് ചേർക്കാറ്. ഇപ്പോൾ സൺറൈസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് 1/2 ടീസ്പൂണും കൂടെ ചേർക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ബട്ടറാണ്. ബട്ടർ ഞാൻ 50 ഗ്രാം ബട്ടറാണ്, മിൽമയുടെ ബട്ടറാണ് ഞാൻ എടുത്തത്. 50 ഗ്രാം ബട്ടർ, പകുതി, ഒരു 100ൻ്റെ വാങ്ങിച്ചതിൻ്റെ പകുതി ഇടും. ശർക്കരയാണ് ഞാൻ ഇതിൽ ചേർത്തത്. പഞ്ചസാരയാണെങ്കിലും പൊടിച്ച പഞ്ചസാര 1 കപ്പ്, അതാണ് കണക്ക്, പൊടിച്ച പഞ്ചസാര. അപ്പം ഞാൻ ശർക്കര 1 കപ്പ് നിറച്ചെടുത്തില്ല, ഒരു 1/4 കപ്പിന് മുകളിലാണ് എടുത്തത്. പിന്നെ ഞാൻ എടുക്കാറുള്ളത് ചോക്ലേറ്റ്, 100 ഗ്രാം ചോക്ലേറ്റാണ് ഒരു കപ്പ് മൈദയ്ക്ക്, അല്ലെങ്കിൽ 1 കപ്പ് ഫ്ലോറിന് എടുക്കാറുള്ളത്. 100 ഗ്രാം ചോക്ലേറ്റാണ്. ഞാൻ വാൻലിയറിൻ്റെ ചോക്ലേറ്റാണ് സാധാരണ ഉപയോഗിക്കാറ്. ഈ പ്രാവശ്യം എനിക്ക് വാൻലിയർ കിട്ടിയില്ല. അപ്പോൾ വാൻലിയറിൻ്റെ സെയിം ഇതാണ് വാൻഹുഡിൻ എന്ന് പറഞ്ഞിട്ട് വാൻഹുഡിൻ്റെ ചോക്ലേറ്റാണ് വാങ്ങിച്ചത്. അത് കട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മറ്റേതാണെങ്കിൽ 3 പീസായിരിക്കും. അപ്പോൾ 160 വെച്ചുണ്ടാകുന്നു ഓരോ പീസെന്നുള്ള കണക്കിലാണ് എടുക്കാറ്. ഇത് ഒറ്റ പീസായിരുന്നു, 500 ഗ്രാം. അപ്പോൾ അതിന് 5 കഷ്ണമായിട്ടിട്ട് 1 കഷ്ണമാണ് 100 ഗ്രാം എന്നുള്ള കണക്കിൽ കട്ട് ചെയ്ത് അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ചെറിയ പീസാക്കിയിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് 50 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കട്ടയില്ലാതെ കട്ടയില്ലാതെ ഇളക്കി എടുക്കും. അത് തണുക്കാൻ വയ്ക്കും. റാഗി മില്ലറ്റാണ്, അത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. പക്ഷേ അത് നമ്മുടെ പ്രിപ്പറേഷൻ പോലെ ഓരോ റിഫൈൻ ചെയ്യുമ്പോഴാണ് ഗ്ലൂട്ടൻ ആഡ് ആകുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടി എന്തായാലും ഹെൽത്തിയാണ്, മൈദയേക്കാളും ഹെൽത്തി ആണെന്ന് നമുക്ക് അറിവുന്നതുകൊണ്ട് തന്നെ പിള്ളേർ അധികം കഴിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ചിലപ്പോൾ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. ഗോതമ്പ് പൊടിയാണെങ്കിൽ നമ്മൾ കഴുകി ഉണക്കി പ്രോസസ്സ് ചെയ്യുമ്പോഴാണല്ലോ ഇതിൻ്റെ ഗ്ലൂട്ടൻ ആഡാവണത്. എന്തായാലും പ്രോസസ്സിങ് ചെയ്യാത്ത നമ്മുടെ നല്ല അരിയൊക്കെ ആണെങ്കിലും നല്ലതായിരുന്നു. 2 മുട്ടയാണ് ഇതിലേക്ക് എടുക്കുന്നത്. മുട്ട നമ്മൾ സാധാരണ പോലെ തന്നെ, ബീറ്ററൊന്നും വേണമെന്ന് നിർബന്ധമില്ല. ഫോർക്കോ വിസ്കോ വെച്ച് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ എളുപ്പമാണല്ലോ എന്ന് ഓർത്തിട്ട് തന്നെ ഞാൻ അധികം ബീറ്റ് ചെയ്ത് അങ്ങ് ഫ്ലഫി ആക്കേണ്ട ആവശ്യമില്ല, ബ്രൗണിയാണല്ലോ. ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര പൊടിച്ച് വെച്ചത് ഒന്നുകൂടി മിക്സ് ചെയ്യാൻ പാകത്തിന്, പഞ്ചസാര അലിഞ്ഞ് വേണമെന്ന് മാത്രം. അതിലേക്ക് ശർക്കര ചേർത്തു. പിന്നെ നമ്മുടെ വാനില എസൻസ് 1 ടീസ്പൂൺ വാനില. സാധാരണ ബ്രൗണിയുടെ പ്രോസസ്സ് തന്നെയാണ്, അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. വാനില എസൻസ് ചേർത്ത് ബീറ്റ് ചെയ്ത് വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ചോക്ലേറ്റ് അത് ചൂടാറിയിട്ടുണ്ടാവും. അത് ചൂടാറിയിട്ട് മാത്രം ഒഴിക്കുക. ചൂടാറിയിട്ട് അതും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മുടെ ഫ്ലോറ് നമ്മൾ ഒത്തിരി പ്രാവശ്യം ഇട്ട് ഇടഞ്ഞൊന്നും വെക്കണ്ട. മറ്റേ ബ്രൗണിയല്ല, കേക്ക് ഉണ്ടാക്കുന്ന പോലെ നമ്മൾ അത്രയ്ക്ക് ഇടഞ്ഞൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ബ്രൗണി അത്ര ഫ്ലഫി ആകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതും കൂടെ ഇതിലേക്ക് ചേർക്കുക. ഷുഗറിന് പകരം ഞാൻ ചിലപ്പോൾ ബ്രൗൺ ഷുഗർ ചേർക്കാറുണ്ട്. അല്ലെങ്കിൽ ശർക്കര നല്ലതാണ്, കാരണം കുറച്ചുകൂടി റിഫൈൻ ചെയ്യുമ്പോഴാണല്ലോ വൈറ്റ് ഷുഗർ ആകുന്നത്. വൈറ്റ് ഷുഗറിനേക്കാളും ഹെൽത്തിയാണ് ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ ശർക്കര എന്ന് പറയുന്നതുകൊണ്ടാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്.
ഇതിലേക്ക് ഇനി നമ്മൾക്ക് ചോക്ലേറ്റ് പീസസോ അല്ലെങ്കിൽ കാഷ്നട്ടോ നട്ട്സ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർക്കാം. എൻ്റെ പിള്ളേർക്ക് നട്ട്സ് ഒന്നും അങ്ങനെ ചേർത്താൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് മാത്രം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഓവനാണെങ്കിലും ചരുവത്തിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം 2 കേക്ക് ഉണ്ടാക്കിയിട്ട് ചരുവത്തിലുണ്ടാക്കിയതാണ് കുറച്ചുകൂടി നന്നായത്. വലിയ ചരുവായിരിക്കണം. അത് ഞാൻ വേറെ 1-2 എണ്ണത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഉണ്ടാക്കിയ ഒരു ബ്രൗണിയുടെ റെസിപ്പിയിൽ ഞാൻ ചരുവം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എത്ര റെസിപ്പിയായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിരിക്കാം. നല്ല കേക്കാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. നമുക്ക് സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചിലപ്പോഴൊക്കെ ഫ്ലോപ്പാകാൻ നമുക്ക് ഇച്ചിരി ടെൻഷൻ. ബ്രൗണിക്ക് ഒരു കാരണവശാലും ഫ്ലോപ്പാകുന്ന പ്രശ്നമില്ല. നമുക്കത് കാരണം അത്ര ഫ്ലഫിയൊന്നും ആകണ്ട, നല്ല വെടിച്ച പഹാടം പോലെ തന്നെ വരും മുകളിൽ. പിന്നെ ചരുവത്തിലാകുമ്പോൾ ഇച്ചിരി വലിയ ചെരുവായിരിക്കണം എന്ന് മാത്രം. ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചു. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ചൂടായ ഓവനിലാണ് ഞാൻ വെച്ചത്. അത് 40 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വെക്കണേ. 180 ഡിഗ്രി തന്നെയാണ് വെച്ചത്. ഒരു 25-30 മിനിറ്റ്സ് ആകുമ്പോൾ അത് നല്ലോണം നമുക്ക് പൊങ്ങി വരണ്ടാവും. വേണമെങ്കിൽ കുറച്ച് ലോ ആക്കി വെക്കാം. ഒരു 60-70 ആക്കി വെക്കാം. ചിലപ്പോൾ അടി കത്തിച്ച് എല്ലാ ഓവനും ഒരേപോലെ ആയിരിക്കില്ല. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് ചരുവത്തിലാണ് വയ്ക്കണമെങ്കിൽ ചരുവത്തിൽ ഫ്ലെയിം ചരുവെന്ന് വെച്ചാൽ ഇറങ്ങിയിരുന്നാൽ ഇച്ചിരി ഗ്യാപ്പ് വേണം. അല്ലെങ്കിൽ എന്നാ വെച്ചാൽ ശരിക്കും മുകളിലൊന്നും അതുപോലെ വരില്ല, വേവുമൊക്കെ ചെയ്യും. അതുപോലെ ഫ്ലെയിം ജസ്റ്റ് ഇതിൻ്റെ മുട്ടുന്ന പോലെ ചരുവത്തിൻ്റെ അടിയിൽ മുട്ടുന്ന തരത്തിൽ വെക്കണം. അത്രയും മാത്രം ശ്രദ്ധിച്ച് ചരുവത്തിൽ നല്ല സൂപ്പറാണ്. വേറെ ഉപ്പോ ഇതോ ഒന്നും ഇടണ്ട. ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേതെ വെച്ചാൽ മതി. എൻ്റെ കൊച്ചുമകൾ മൂത്തയാൾക്ക് വലിയ ഇഷ്ടമാണ് ഈ ബ്രൗണി. അതുകൊണ്ട് ഞാൻ ബ്രൗണി ഉണ്ടാക്കും. ഇളയാൾക്ക് ബ്രൗണി അല്ല ഇഷ്ടം, പഴയ അവലോസ് പിടി അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലിഷ്ടം. അതുകൊണ്ട് 2 തരത്തിലുള്ളത് ഞാൻ ഉണ്ടാക്കാൻ മോഡേൺ ഉണ്ടാക്കാറുണ്ട്, പഴയ കാലത്തുള്ളത് ഫുഡും ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഏറ്റവും എളുപ്പമാണ്. നമുക്കൊരു ടെൻഷനും വേണ്ട. ഈ ബ്രൗണി ഉണ്ടാക്കാൻ ബീറ്ററോ യാതൊന്നും വേണ്ട. ബ്രൗണി ഉണ്ടാക്കാൻ ബീറ്ററും വേണ്ട, വിസ്കോ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും മാത്രം മതി, ചരുവോ മതി. ഒരു 2 ഇഞ്ച് സ്ക്വയറായിട്ടുള്ള ഒരു ബ്രൗണി പീസിന് 40-50 രൂപ മിനിമം വേണ്ടി വരും. ചെറിയ കടയിൽ, വലിയ കടയിലാണെങ്കിൽ 90-100 വരെ, ആ പോഷ് സാധനമാണെങ്കിൽ 90-100 വരെ വരും. ആ സാധനം നമുക്കൊരു 10 രൂപ ചിലവിലുണ്ടാക്കാം. അതാണ് ഈ ബ്രൗണിയുടെ പ്രത്യേകത. കുട്ടികൾക്ക് വളരെ ഇഷ്ടം. അത് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതുകൊണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. താങ്ക് യു.